വന്നാൽ മാത്രം കാണുന്ന ചില പ്രത്യേകതകൾ. പേപ്പർ വായിക്കുക, ഉമ്മറത്തിരുന്ന് ഇങ്ങനെ സുഖമായി കാപ്പി കുടിക്കുക, ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികളല്ലേ. കാരണം മലയാളം പേപ്പർ നമ്മളവിടെ വരുത്താറില്ല, പേപ്പറേ വരുത്താറില്ല. അപ്പോൾ ഇവിടെ അച്ഛന് നിർബന്ധമാണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് രാവിലെ വായിക്കാനൊരു രസമല്ലേ. ഇവിടെ രാവിലെ തന്നെ നല്ല ഇടി ഇങ്ങനെ വെട്ടണോ, നല്ല മഴക്കാറ്, എന്താ പറയുക, ഒരു കാലവർഷത്തിൻ്റെ ഒരു പ്രതീതി, ഇങ്ങനെ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് പേപ്പർ വായിക്കാം. പേപ്പറൊന്നും വായിച്ചില്ല, കണ്ണോടിച്ചാലും നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്ത കുറേ പേരെ ഞാൻ കൊതിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേ പേര് ഞാൻ ഇട്ട വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ സ്വപ്ന ഭയങ്കര നൊസ്റ്റാൾജി ആവണം, നാട്ടിലേക്ക് വരാൻ തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അത് തന്നെയാണ് ആസ്വദിക്കുന്നത്. ഉമ്മർത്തിരുന്ന് കഴിഞ്ഞാൽ ചീവീടിൻ്റെ ശബ്ദം, കുയിലിൻ്റെ ശബ്ദം, പിന്നെ എന്താ പറയുക, ഈ ഒരു മഴക്കാലം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസണാണ് ഈ മൺസൂൺ എന്ന് പറയുന്നത്. അതിന് വല്ലാത്തൊരു വൈബാണല്ലേ. അപ്പോൾ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടില്ലെങ്കിൽ കൂടെ നല്ല രസമുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഞാനത് എൻജോയ് ചെയ്യാണ് കേട്ടോ. ഫുൾ ടൈം ഇങ്ങനെ ഇരുന്ന് കുളിച്ചിട്ടൊന്നുമില്ല, നല്ല ഇങ്ങനെ മൂടിക്കെട്ടിയിട്ടുള്ള ഒരു ക്ലൈമറ്റ്. ഇടയ്ക്കിടയ്ക്ക് മഴ, രാത്രി ചിലപ്പോൾ നല്ല മഴ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ശരിക്കും ഒരു കാലവർഷം തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അമ്മോ, ഒരു പേപ്പർ ഫുള്ള് ഫോട്ടോസ്, 10ലും +2ലും A+ കിട്ടിയവരുടെ ഫോട്ടോസ്. ഇതൊക്കെ വായിക്കാനാണ് എനിക്കിഷ്ടം. ഡ്രസ്സല്ല ഇതൊക്കെ കാണാൻ. നമ്മുടെ ഒന്നും ഫോട്ടോ വന്നിട്ടില്ലേ, വല്ലവരൊക്കെ ഫോട്ടോ കണ്ട് ആസ്വദിക്കാമല്ലോ. രാവിലെ അടുക്കളയിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമാട്ടോ. നമ്മളൊക്കെ അധികം ചിലപ്പോൾ ആരും ഇല്ലെങ്കിൽ അടുക്കളയിലൊക്കെ നിന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇന്ന് പൂരി മസാലക്കറിയാണെന്ന് പറഞ്ഞു. ഇന്ന് വേറെ പ്രത്യേകിച്ച് അരിയൊന്നും അരച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് എന്നും ഇഡ്ഡലിയും ദോശയാകുമ്പോൾ ബോറടിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, രാത്രിയാകുമ്പോൾ മിക്ക ദിവസം മഴ ഉണ്ടാവും, ചില ദിവസം നല്ല ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് ചൂടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചൂട് അങ്ങനെ വിട്ടുപോയി. ഞങ്ങൾ വന്ന ആ ഒരു 1-2 ദിവസമാണ് പിന്നെയും ചൂട് തോന്നിയത്. ഇപ്പോൾ ഒട്ടുമില്ല. അപ്പം അച്ഛൻ കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ചക്ക മൂക്കാത്ത ചക്കയായിരുന്നു അച്ഛൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിങ്ങനെ പൊടിയില്ല എന്നമ്മ പറഞ്ഞിട്ട്, അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം കുറച്ചിങ്ങനെ ഉപ്പേരി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയാണ്. മസാല അമ്മ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പൂരി ഞാനും ഇതും കൂടെ ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്യാമറ എടുത്ത്. നമ്മൾ ട്രൈപോഡും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നുണ്ടായിരുന്നില്ല. എന്താണ്, കളി തന്നെയാണോ? രാവിലെ നിൽക്കാൻ കളിക്കാൻ പോവാല്ലേ? കുളിയില്ല, ഒന്നും വേണ്ട, എന്നെ കളിച്ച് നടക്കുക. ഇതിൻ്റെ വർഗം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടീംസ് നമുക്ക് അതിന് മുന്നേ നന്നായി എണ്ണ തേച്ച് കുളിക്കാം കേട്ടോ. വേറെടുത്ത് കഴിഞ്ഞോ? എല്ലാണ്ട് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ ബോംബയ്ക്ക് വിളിക്കാം. അപ്പം മിത്തക്കുട്ടി അങ്ങനെ ആരെയും മുടിയൊന്നും തൊടാൻ സമ്മതിക്കില്ല കേട്ടോ. എപ്പോഴും വേഗം ഇങ്ങനെ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതാണ് ഗീതും എല്ലായിടത്തിനും. ഗീതുവിനെ പിന്നെയും സമ്മതിച്ചു, അല്ലെങ്കിൽ ആരെയും തൊടാൻ സമ്മതിക്കില്ല. പിന്നെയും ഞാൻ മാത്രമേ ചെയ്യാതെ, അത് തന്നെ എന്നും അടികൂടിയിട്ടാണ്. അതുകൊണ്ട് അടുത്ത് തന്നെ മിക്കവാറും മുടി വെട്ടും. അപ്പോൾ മിത്തക്കുട്ടിയുടെ മുടിയൊക്കെ വേറെടുത്ത് കഴിഞ്ഞു. ഇനി ഒന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കാം. ഇവിടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വല്ലപ്പോഴാണ് എണ്ണ തേക്കാനൊക്കെ ഒന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ മാധവനെ എണ്ണ തേപ്പിച്ചു, അത് കഴിഞ്ഞ് മിത്തുവിനൊന്ന് എണ്ണ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുടിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായി വളർന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മാമാ എർത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഹെയർ ഓയിലാണ്. ഇതിൽ ഹൈബിസ്കസും ഉണ്ട്, കറി ലീവ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഹെയറിനെ ഡ്രൈ ആക്കുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള ഹെയറൊക്കെ റിപ്പയർ ചെയ്യാനും, അതുപോലെ തന്നെ സ്കാൽപ്പും ഹെയറൊക്കെ ഒരു ഡീപ്ലി നറിഷ് കിട്ടാനും ഒക്കെ സഹായിക്കും കേട്ടോ. നന്നായിട്ടൊന്ന് എണ്ണ തേക്കട്ടെ. ഇന്ന് ഞങ്ങൾ കിണറ്റിൻകരയിൽ കുളിക്കാൻ പോവാണല്ലേ മിത്ത്? അപ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ അവർ മാധവ് നിക്കൊക്കെ ഇപ്പോഴും കുളിക്കാറുണ്ട്. അപ്പോൾ മിത്തുവിൻ്റെ തല കുളിക്കാൻ വിചാരിച്ച് നമ്മൾ വെള്ളമൊക്കെ കോരി വെച്ച് ഇവിടെ ഫുള്ളിപ്പോൾ മഴ പെയ്തിട്ടുള്ള ഒരു വൈബാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഷാമ്പൂ ഒക്കെ ചെയ്ത് എന്താ പറയുക, തലയിൽ എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരമായി. ഇനി ഷാമ്പൂ ചെയ്ത് കണ്ടീഷണറൊക്കെ ഇവിടെ ചെയ്യാം. പണ്ട് നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ താളിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കുളിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് കുളിക്കാം.
നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഹിബിസ്കസിൻ്റെ ഡാമേജ് റിപ്പയർ ഷാംപൂ ആണ്. ഇതിൽ ഹിബിസ്കസും കറി ലീവ്സും ഉണ്ട്. ഇത് സ്ട്രോങ് ആൻഡ് നറിഷ്ഡ് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഷാംപൂ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഹിബിസ്കസിൻ്റെ ഡാമേജ് റിപ്പയർ കണ്ടീഷണർ യൂസ് ചെയ്യുക. അതിലും ഹിബിസ്കസും കറി ലീവ്സും ഉണ്ട്. ഇത് നമ്മുടെ ഹെയറിനെ ഡീപ്ലി കണ്ടീഷൻ ചെയ്യുന്ന കാരണം നമ്മുടെ ഹെയറിൻ്റെ ഡാമേജ് നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ മിത്ത് കുട്ടിയുടെ കുളി കഴിഞ്ഞ് എങ്ങനെയുണ്ട് മിത്ത് കിണറ്റിലുള്ള എക്സ്പീരിയൻസ്? കിണറ്റിൻ്റെ ഉള്ളിലല്ലേ നല്ല സുഖണ്ടാ? നല്ല വെള്ളമല്ലേ, നല്ല തണുപ്പല്ലേ? അപ്പോൾ മിത്തുക്കുട്ടിയുടെ അടിപൊളിയായിട്ട് കുളിച്ചു. ഇനി ഞാൻ കുളിക്കാൻ പോട്ടെ. അപ്പം ഞാനും മിത്തുക്കുട്ടിയുടെ കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ ഹൈബിസ്കസിൻ്റെ എണ്ണയും ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇട്ട് തേച്ച് കുളിച്ചു. കണ്ട എൻ്റെ കേളി ഹെയറിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഒരു ദിവസം ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ മാമത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, അത് ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ ആമസോണിലും പേർപ്പിളിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ആർക്കെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് 12024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 20% വരെ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് മാമത്തിൻ്റെ അവരുടെ ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. അവരുടെ വെബ്സൈറ്റും ഉണ്ട്. അവരുടെ വെബ്സൈറ്റിൽ www.mamath.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് പരിപാടി. ഇനിയൊന്ന് വൃത്തിയാവട്ടെ. ഈ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഒന്ന് ഉണക്കി എടുത്തതാണ് കേട്ടോ, ചെറുതായിട്ട്, അധികം ഒന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഇന്ന് നല്ല ചോറും മാങ്ങാക്കൂട്ടാനും മാങ്ങ അച്ചാറും പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉണ്ടാക്കിയ ചക്ക വെച്ചിട്ടുള്ള ചക്ക ഉപ്പേരി. അതിങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു പൊട്ടറ്റോ ഉപ്പേരിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പപ്പടവും എല്ലാതും ഉണ്ടായിരുന്നു. ഇപ്പം മിക്ക ദിവസവും നമ്മൾ മാങ്ങ കൂട്ടാൻ തന്നെയാണ്. മാങ്ങ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ മാങ്ങ കൂട്ടാൻ വെച്ചിട്ടാണ് കഴിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈവനിങ് ആയപ്പോഴേക്കും പിന്നെയും ഇതേ കസിൻസും കുട്ടികളും എല്ലാവരും വന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം തറവാട്ടിൽ പോവും. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉച്ചയ്ക്ക് അവർ ഊണ് കഴിക്കാനുണ്ടായിരുന്നില്ല. ഇന്ന് തറവാട്ടിൽ നിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഈവനിങ് ആയി വന്ന് എന്തൊക്കെയോ ഗെയിം കളിക്കലാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ തിമിർക്കലാണ്. ഞങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് തിമിർക്കും. കുറേ കസിൻസും നമ്മുടെ ഏജിലുള്ളവരാകുമ്പോഴല്ലേ രസം. ഇവരെല്ലാം ഒരേ ഏജാണ് ഏകദേശം. ഇതിൽ നിക്കിക്കുട്ട മാത്രമാണ് കുഞ്ഞേത്. ഹലോ പറയൂ. ഹലോ. എൻ്റെ കൂടെ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കട്ടോ ഞാനിങ്ങനെ പറയണത്. ഹലോ 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 വായ നോക്കിയിരിക്കുന്നുണ്ട് തന്നെ. അപ്പം എൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ അധികം. അപ്പോൾ 2-3 ദിവസമായിട്ടുള്ള വന്നിട്ടുള്ളത് വെച്ചാലും ഓരോ ദിവസം ഓരോ ഫംഗ്ഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം പുറത്തായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ആനിവേഴ്സറി ഫംഗ്ഷന് വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ഡേയ്സ് ആയിട്ട് റിസപ്ഷൻ ആയാലും കല്യാണമായിട്ടും അതായിട്ടും ഇതായിട്ടും മിത്തുകുട്ടിക്കൊക്കെ എന്നും പുറത്തുനിന്നാണ് ഫുഡ്. അപ്പം ഞാൻ എപ്പോഴും പറയല്ലേ, എന്തുകൊണ്ടാണെങ്കിൽ നാട്ടിൽ വരുമ്പോൾ എത്ര ഡയറ്റ് ചെയ്തിട്ടും എത്രയൊക്കെ മെലിഞ്ഞു വന്നിട്ടും ഒരു കാര്യമില്ല. നാട്ടിൽ വന്ന് ഞാൻ പിന്നെയും പഴയ പോലെ ആകും. ഇതാണ് അതിനുള്ള കാരണം. നമ്മുടെ വീട്ടിൽ എന്നും ഓരോരോ ഫംഗ്ഷനായിട്ടും കാര്യങ്ങളായിട്ടും എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നിക്കിക്കുട്ടനെ എല്ലാവരും കൂടെ കട്ടിലിങ്ങനെ അവിടെ നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയപ്പോൾ അവിടെ ഇങ്ങനെ ആട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കസിൻസ് കുട്ടികളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ, കസാട്ട. ഞാൻ ബോംബെയിൽ നിന്ന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടിയിരുന്നൊരു സാധനമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിത്തുക്കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതായിരുന്നു കേട്ടോ, നാട്ടിൽ പണ്ട് ഇങ്ങനത്തെയൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അത് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. 4 ദിവസമായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ വന്നിട്ട് കേട്ടോ. ഈ 4 ദിവസം ഓരോ ദിവസം ഓരോ പ്രോഗ്രാം, റിസപ്ഷനായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ എന്നും ഓരോ പ്രോഗ്രാമും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈവനിങ് ആകുമ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് ശരിക്കും അച്ഛനും അമ്മേനെയൊക്കെ കാണിച്ച് ഒരുപാട് നേരം വർത്താനം പറഞ്ഞ് അങ്ങനെ വീഡിയോസ് ഒന്നും ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടില്ല. കാരണം ഫുൾ എല്ലാവരും ഭയങ്കര ബിസിയാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഡ്രസ്സും അങ്ങനെ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ എല്ലാം സാരി ഉണ്ടാവുമല്ലോ വിചാരിച്ചു. പക്ഷേ ഞാനൊരു പൊട്ടത്തരം ചെയ്തു. ഞാൻ ബ്ലൗസ് എടുക്കാൻ മറന്നു. ഒന്നത് ഫ്ലൈറ്റിലല്ലേ, ഒരുപാട് ഹെവി. എന്നിട്ട് എൻ്റെ ചേട്ടന് എപ്പോഴും പരാതിയാണ് ഞാൻ ഭയങ്കര സാധനങ്ങൾ കൂടുതൽ കൊണ്ടുപോകുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു കല്യാണത്തിനുള്ള ഒരു ഓർണമെൻറ്റ്സോ അല്ലെങ്കിൽ ഒരു റിസപ്ഷനുള്ള ഒരു കുന്തും കൊണ്ടുവരാതെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ എപ്പോഴും സാധനങ്ങൾ വെക്കുമ്പോൾ ഹെവി ആവും, ഫുള്ളാവും. പക്ഷെ ഒരു ആവശ്യത്തിന് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് റിസപ്ഷൻ്റെ ആണ്. അങ്ങനെ ഓരോ ദിവസം മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. കാരണം അങ്ങനെ ഫുൾ ഡേ വ്ളോഗായിട്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റാറില്ല. ആ ഒരു ധൃതിയിലും കാര്യത്തിലൊക്കെ നമ്മളിങ്ങനെ ഓട്ടത്തിൽ ഓടുന്നതിൻ്റെ ഇടയിൽ. എന്നാലും ഞാൻ വീഡിയോസ് മുടക്കാതെ ഇപ്പം സത്യം പറഞ്ഞാൽ രാത്രി 12 മണിക്ക് ഇരുന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ
വീഡിയോസ് മുടക്കരുതെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഷോർട്സ് എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റണ പോലെ ഇടാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യിൽ ഒരുപാട് ഷോർട്സ് ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഷോർട്സും എഡിറ്റ് ചെയ്യാനുള്ള ടൈം, അതേപോലെ അച്ഛൻ്റെയും അമ്മയുടെയും വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. കാരണം ഞാൻ വരിക 10:30-11 മണി, പിന്നെ നെക്സ്റ്റ് ഡേ പിന്നെയും പോകണം. അങ്ങനെ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ബിസിയാണ്. നെക്സ്റ്റ് വീക്ക് ഞാൻ ഫ്രീ ആയിരിക്കും കേട്ടോ. കാരണം നെക്സ്റ്റ് വീക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീക്ക് കുറച്ചധികം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബിസിയാണ്. അതേപോലെ തന്നെ കുറേ അമ്പലപരിപാടികളൊക്കെ ഉണ്ട്. കുറേ അമ്പലത്തിൽ ഗുരുവായൂരും കുറേ നമ്മുടെ ധർമ്മദൈവത്തിൻ്റെ അമ്പലത്തിലും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പോയില്ല. അപ്പോൾ അതുകൊണ്ട് ധർമ്മദൈവം ഒന്നും പോകാൻ പറ്റിയില്ല. കുറേ ആയി ഇതൊക്കെ പോയിട്ട്. അപ്പോൾ അതൊക്കെ പോകണം എന്നിങ്ങനെ വിചാരിക്കണം. കണ്ടോ മിത്തുക്കുട്ടി അവിടെ, ഞങ്ങളിത് റിസപ്ഷന് പോയതാണ് കേട്ടോ. ഞാനിതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ ഒന്നിങ്ങനെ എടുത്തതാണ്, റീൽസ് പോലെ എടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഷോർട്സ്, ഒരു ക്ലിപ്സ് കുറച്ച് ഇടാമെന്ന് അങ്ങനെ വിചാരിച്ചു. നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. നാട്ടിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റിസപ്ഷനൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പോകാൻ. കാരണം നല്ല അടിപൊളി ഫുഡൊക്കെ ആണല്ലോ. നമ്മുടെ നാട്ടിലാകുമ്പോഴാണല്ലോ ഇങ്ങനത്തെയൊക്കെ അടിപൊളി ഫുഡുകൾ കഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബോംബെയിലോട്ടും കഴിക്കാറില്ല എന്നല്ല, പക്ഷേ എന്നാലും നാട്ടിലൊരു പ്രത്യേക വൈബല്ലേ ഇങ്ങനെ കല്യാണം, റിസപ്ഷൻ, നമുക്കറിയുന്ന കുറേ ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നാട്ടിൽ നല്ല അടിച്ച് പൊളിച്ച് പോവുകയാണ്. അപ്പോൾ പറ്റാവുന്ന പോലെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. നല്ല നല്ല വ്ളോഗൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം. ഇപ്പം ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ അല്ലേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.